നമ്മൾ ചെയ്യണ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന സിലിണ്ടർ ഫിനിഷായി, അതായത് ഗ്യാസ് ഫിനിഷായി. മറന്നുപോയതല്ല, അതൊരു ഓട്ടോയിലോട്ട് ആക്കി ഇടണമായിരുന്നു. ഓക്കെ, അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു മിസ്റ്റേക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ക്യാമ്പ് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വരുമ്പോൾ തന്നെ ഈ വണ്ടിയിൽ കേബിൾ ഉണ്ടാവും, ഇലക്ട്രിക്കൽ കേബിൾ. ആ കേബിൾ എടുത്ത് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലണ്ടനിൽ നിന്നുള്ള മൂന്നാമത്തെ ഫാമിലി വന്നിട്ടുണ്ട്. ഒട്ടും സാധനങ്ങൾ ഒരു കൊണ്ടുവരാത്തോണ്ട് തന്നെ ഈ വണ്ടിയില് ഓൾ യൂറോപ്പിനുള്ള സാധനമായിട്ട് വന്നേണ്. എടി ചെമ്പ് ഉരുളിക്കുണ്ട്, കൊച്ചിനു വേണ്ടി ഉരുളി കുളിപ്പിക്കാം നാളെ. എന്റെ പൊന്നോ, ബിരിയാണി ഇവിടെ നോക്കണോണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എന്ത് പാനാടി ബിരിയാണി ചൂടാക്കാനോ? എടുക്ക ഇതേ ബ്രെഡ് റോസ്റ്റിന്റെ സാധനം. ഇവര് റൂം ഷിഫ്റ്റിംഗ് ആയിരുന്നോ? ഗ്യാസിന്റെ അവിടെ നിന്ന് എല്ലാം മാറ്റിക്കോ. പ്രശ്നമെന്നെല്ലാം പറഞ്ഞുതരും. ഞങ്ങളൊന്നും കഴിച്ചില്ല, കുറച്ച് ചിക്കൻ പൊരിച്ച് കഴിച്ചു. സാധനം പോന്നോട്ടെ. എടാ ഇനി എന്തെങ്കിലും ഉണ്ടോ? മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. അടച്ചോ. നമ്മുടെ ബിരിയാണി എന്തായി? ഓ, ബിരിയാണി ചൂടാവുന്നു. അസ്ന അവിടെ കൊച്ചിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ട്രിപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെത്തിട്ടോ. ഏറ്റവും പ്രായം കൂടിയ ആള് നാസെന്ന് കാണിച്ചേ. ഏറ്റവും പ്രായം കുറഞ്ഞ ആള് കൂടിയ ആള്. എടാ ഒന്ന് ഇരുത്തിക്കടാ അവനാ. എല്ലാ ആഗ്രഹങ്ങളും ഇപ്പൊ സാധിച്ചോട്ടോ. എങ്ങനെയുണ്ട് വണ്ടി നോക്കിട്ട്? വണ്ടി കൊള്ളാം. നാട്ടിലൊരെണ്ണം മേടിച്ചാ കൊള്ളാം. നാളത്തേക്ക് മതി, ചായയൊക്കെ നാളെ മതി. ചായപാത്രം ഒന്നും വേണോ? ഇല്ല. അസ്ന നീ ഇവിടെ ഇരിക്കണ്ട, കൊച്ചിന്റെ ഇടയ്ക്ക് വാരി കൊടുക്കാൻ. ഒരുപാട് നിന്ന് ഉറക്കം വരും. ആ വണ്ടി ഓടിക്കാത്തവര് വയറ് നിറച്ച് കഴിച്ചോ. റമീസേ അത് തന്നെ, വണ്ടി ഓടിക്കാത്തവര് വയറ് നിറച്ച് കഴിച്ചോളെ. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. കിട്ടോ എന്താ ഭീമൊന്ന് എടി നിന്റെ മുഖം ഒന്ന് കാണിക്കണി. ആ ഭാഗ്യമുള്ള വെച്ചു. Normally where it is actually? Over here somewhere. ഓ ഐസാട്രാ ഇവിടെ കിടക്കുന്ന മനസ്സിലായി. സ്കോട്ട്ലാൻഡ് എപ്പിസോഡ് ഡേ 2 ആണ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് രാവിലെ എണീറ്റ്, രാവിലെ 6:30 എണീറ്റ്. കാര്യം ഡേ ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് നേരത്തെ എണീറ്റാലാണ് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് നമ്മുടെ രാത്രി കിടന്ന സെറ്റപ്പാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണത്. എന്നിട്ട് നമ്മള് വണ്ടി സെറ്റ് ആക്കുവാണ്. ഓക്കെ, ഇവിടെയാണ് 2 പേര് കിടന്ന്, മോളില് 2 പേര്, പിന്നെ ഇവിടെ കിടന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഇവിടെയും ഇതിന്റെ അകത്തൊരു സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. കട്ടിലിന്റെ അടിയിലും ഒരു സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ ഏണി കാര്യങ്ങളെല്ലാം മുകളിലോട്ട് കയറാനുള്ള ഏണിയെല്ലാം അതിന്റെ അകത്താണ്. ഇത് നമ്മുടെ ആ പെട്ടി തന്നെയാണല്ലേ. ഇത് അകത്തുനിന്ന് സാധനം എടുക്കാം അല്ലേ? ആ, താഴെ വെച്ച സ്റ്റോറേജിന്റെ തന്നെ. ടേബിൾ നമ്മൾ പൊക്കും. ഇതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം മീസ. ഞാൻ വീഡിയോ എടുക്കണോണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ. വീഡിയോയോ പ്രേക്ഷകർക്ക് കാണണ്ടേ? നമുക്ക് ഇന്നലെ ഗ്യാസിന് ചെറിയ പണി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് തീർന്നു എന്നാണ് കാണിക്കണം. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കണം. ഓക്കെ, അതിന്റെ ഒന്ന് നോക്കണം. പിന്നെ വെള്ളം നിറയ്ക്കണം. രാവിലെ ഒത്തിരി പണിയുണ്ട്. വണ്ടി ചൂടായില്ലേ? ഓ, വണ്ടി ചൂടായി. മറ്റേത് വിറക്കാണ്. നമ്മള് വണ്ടിയുടെ വീഡിയോ എടുത്ത് വെച്ചോണ്ട് ഇതെങ്ങനെയാന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലായി വീഡിയോ നോക്കിയോണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് 10 വരെ ഇത് ചെയ്തോണ്ടിരുന്നേനെ.
ഓക്കെ, അത് കഴിഞ്ഞ അടുത്തൊരു ഡൗട്ട്. ഇവിടെ സ്വിച്ചസിനൊക്കെ ഇത് കഴിഞ്ഞെങ്കിൽ ഞാൻ അടുത്ത പണി തരാം. അല്ല, വാട്ടർ പമ്പ് മാത്രം, അപ്പൊ ഇലക്ട്രിസിറ്റി കണക്ട് ആയിട്ടില്ലേ? ഫ്രണ്ട്സ്, അബീസുകയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഡൺബാരൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് ലൊക്കേഷൻ. അതായത് നമ്മൾ മാഞ്ചസ്റ്ററിൽ നിന്ന് വണ്ടി എടുത്ത് ഏകദേശം 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നേക്കുന്നത്. ഇത് ഒരു ക്യാമ്പ് സൈറ്റാണ്. ഓക്കെ, ഇത് നമുക്ക് നിയറസ്റ്റ് ക്യാമ്പ് സൈറ്റ് എന്നും പറഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പുറകിൽ നോക്കി അറിയാം, ഇത് ഫുള്ളും ക്യാമ്പാണ്. ഞാനപ്പോൾ ഇവിടുത്തെ കുറച്ചൊരു ഇൻഫർമേഷൻ പറയാം. നമ്മൾ ഈ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തത്, ഡൺബാരൽ എന്ന് പറയുന്ന ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ വണ്ടി ചാർജിലിടണം. നമ്മൾ ചെയ്യണ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന സിലിണ്ടർ ഫിനിഷായി, അതായത് ഗ്യാസ് ഫിനിഷായി. ഇന്നലെ ഞങ്ങൾ ഓഫ് ചെയ്യാനുള്ള മറന്നുപോയി. ഓക്കെ, മനുഷ്യനാലോ നമ്മൾ മറന്നുപോയതല്ല, അതൊരു ഓട്ടോയിലോട്ട് ആക്കിയിടണമായിരുന്നു. ഓക്കെ, അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു മിസ്റ്റേക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ക്യാമ്പ് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ 6 പേരുണ്ടെങ്കിലും ഒരാൾ പോലും ഇതിൻ്റെ അകത്തെ ബാത്റൂം യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ലേഡീസ് യൂറിൻ പാസ് ചെയ്യാൻ മാത്രം. കാര്യം അത് യൂസ് ചെയ്താൽ ഇവിടെ വരുമ്പം നമ്മളൊരു കെമിക്കൽ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ തന്നെ ഡിസ്പോസബിളും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ക്യാമ്പ് സൈറ്റിൽ വരുമ്പോൾ, ഈ മോട്ടോർ ഹോമിൻ്റെ ക്യാമ്പ് സൈറ്റിൽ വരുമ്പോൾ നമുക്കിവിടെ അടിപൊളി ബാത്റൂമാട്ടോ. ഓക്കെ, ഒരു തിരക്കുമില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അവരെല്ലാവരും ഇപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വരുവാണ്. ബാത്റൂമാണെങ്കിൽ ബാത്റൂമും കാര്യങ്ങളും എങ്ങനെയുണ്ട്? പൊള്ളി സ്ഥലം എങ്ങനെയുണ്ട് റമീസേ? വെൽ, അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വരുമ്പോൾ തന്നെ ഈ വണ്ടിയിൽ കേബിൾ ഉണ്ടാവും, ഇലക്ട്രിക്കൽ കേബിൾ. ആ കേബിൾ എടുത്ത് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ പിച്ച് നമ്പർ, നമ്മളിവിടെ ഒത്തിരി സ്ഥലമുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടാൻ പാടില്ല. നമ്മൾ വരുമ്പോൾ തന്നെ ഗേറ്റിൽ നിന്ന് ഇവർക്കൂടെ ഒരു വണ്ടി എസ്കോട്ട് പോലെ വരും. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. പക്ഷേ ഇന്നലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്പർ 12 ആണ് നമ്മുടെ സ്റ്റേഷൻ. നമ്മളിവിടെ ഫ്ലഗ് കുത്തുക. ഇവിടെ വേറെ ഒന്നും ഓണാക്കാനൊന്നും ഇല്ലായിരുന്നല്ലോ, ചുമ്മാ കുത്തിയാൽ പോരാന്നോ? നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കുത്തുക. നമ്മളിവിടെ കുത്തുക. ഇവിടെ കുത്തി കഴിഞ്ഞിട്ട് നോർമലി വണ്ടിയുടെ ഒന്നല്ലെങ്കിൽ ഈ സൈഡിൽ കാണും, അല്ലെങ്കിൽ വണ്ടിയുടെ ഇടത്തെ സൈഡിൽ ഇങ്ങനെ വന്ന് ഇത് താക്കോലിട്ട് തരും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കുത്താം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുത്തിയേക്കണം. ആ കേബിൾ പോയേക്കണം, അവിടെ കുത്തണം. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത കാര്യം, ഓക്കെ, ഈ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്യണതിന് മുമ്പും ഒരു വീഡിയോ എടുത്ത് നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും, നമ്മുടെ ഗ്യാസ് എത്രയാണ്, എന്താണെങ്കിലും വെള്ളത്തിൻ്റെ അളവ് എത്രയുണ്ട്, എല്ലാം നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നോക്കിയിട്ട് എന്താണോ ഇതിൽ കുറവുള്ളത് അത് ക്യാമ്പ് സൈറ്റിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ ഫില്ല് ചെയ്യാൻ. ഇപ്പോൾ വെള്ളം ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ സിലിണ്ടർ നിറച്ച് തരും. ഓക്കെ, പിന്നെ രാവിലത്തെ ഫുഡ് ഇവിടെ റെഡിയായി. പിന്നെ നമുക്ക് രാവിലെ ഇച്ചിരി പണി കിട്ടിയത്, ഈ സാധനം നമ്മൾ താഴത്തോട്ട് ആക്കിയായിരുന്നു. പിന്നെ ഇത് റീഫിറ്റ് ചെയ്യാൻ നല്ല പാടായിരുന്നു. കാര്യം നമ്മളത് വീഡിയോ നമ്മൾ കയറിപ്പോൾ എടുത്തു വെച്ചുകൊണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, സ്ക്രൂ ഇടണതിൻ്റെ, അത് മനസ്സിലായില്ല. പിന്നെ ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ നിന്ന് കാശ് അവർ ഈടാക്കും. അത് അവർക്കുടെ മിസ്റ്റേക്കല്ല, അത് ഈടാക്കും. പിന്നെ എല്ലാം നൈസ് ടെക്നിക്കാണ്. ഇപ്പോൾ ഇതിക്കാണെങ്കിലും ഒരു വിരൽ കൊണ്ട് ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് തള്ളിയാൽ മതി. ഇതുണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. ഡോർ ഓപ്പണിങ് അടച്ചു. ഇത് ഇവിടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തുറന്നു വരും. നമ്മൾ ബലം പിടിച്ചാലൊന്നും വരില്ല. ഇത് ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പാണത്, കണ്ടോ? ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പാണ്, കണ്ടോ? പിന്നെ വാർഡ്രോബ് ആണെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കണം. ഇത്രേ ഉള്ളൂ ഓപ്പണിങ്. വാർഡ്രോബ് അതുപോലെ തന്നെയാണ് ക്ലോസിങ്. ഓക്കെ, പിന്നെ വാഷ്റൂമിൻ്റെ ലൈറ്റ്. പിന്നെ വണ്ടി ഓടുമ്പോൾ ഗ്യാസ് ഓൺ ആക്കരുത്, സ്റ്റൗ ഒന്നും ചെയ്യരുത്, അകത്ത് ലൈറ്റ് ഇടരുത്. അകത്ത് ലൈറ്റ് ഇട്ട് പോലീസ് കണ്ടു കഴിഞ്ഞാൽ അവർ ഫൈൻ ഈടാക്കും. ഓക്കെ, നമ്മുടെ മുകളിലത്തെ ബെഡ് ഒരാൾ കിടന്നു, അത് താത്തിയിട്ട്. പിന്നെ എന്തായിരുന്നു മെയിനായിട്ട് പറയാനുള്ളത്? ഓക്കെ, പിന്നെ രാവിലത്തെ ഫുഡ്, ബേബി സീറ്റ്. ഓക്കെ, പിന്നെ ഈ സീറ്റ് നമുക്ക് കറക്കാം. അത് ഈ താഴെ ഈ ലിവർ ഉണ്ടോ, ഈ ലിവറിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ഓക്കെ, ഈ ലിവർ ഉണ്ട്, ഇവിടെ ഒന്ന് തൊട്ടാൽ മതി. പിന്നെ വണ്ടി ഹീറ്റിങ്ങിലിട്ടു. പിന്നെ ഫോൺ ചാർജിങ്ങിലിട്ടു. രാത്രിയാകുമ്പോൾ വിൻഡോ ഇങ്ങനെ ആക്കി മുകളിലും ഇതെല്ലാം ഇങ്ങനെ വലിച്ച് ഷട്ടർ കണക്കി ഇടാം.
പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ, സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൂമിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തോരം സാധനം വേണമെങ്കിലും എടുക്കാം. കാര്യം എന്തേ, ഇതിനകത്തേക്ക് എപ്പോഴും ഫ്രീ ആണ്, സ്ഥലമുണ്ട്. ദേ അവിടെ ഒന്നും വെച്ചിട്ടില്ല, എപ്പോഴും സ്ഥലമുണ്ട്. ഓക്കെ, ഇഷ്ടമാതിരി സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജാണെങ്കിലും ഇഷ്ടമാതിരി സ്റ്റോറേജ് ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്രിഡ്ജാണ്. ഓക്കെ, പിന്നെ ഇന്ന് നമുക്ക് ചെറിയൊരു പണി, നമ്മൾ പഞ്ചസാര എടുക്കാൻ മറന്നുപോയി. അസ്ന ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിതേ തലങ്ങണിക്കും കൊണ്ടുവന്നു, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. കാര്യം എല്ലാം അവർ ചോദിച്ചപ്പോൾ തന്നു. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് എടുക്കൂല എന്നാണ് അവർ പറഞ്ഞേക്കണം. ഇനിയിപ്പോൾ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോൾ അറിയാം. നമ്മുടെ ഡിപ്പോസിറ്റ് ഒരു 450 പൗണ്ട് ഉണ്ട്. ഇതേ ഗ്യാസ് അല്ല കുക്കർ ഉണ്ടോ അങ്ങോട്ടേക്ക് നീണ്ട് കിടക്കുക. അപ്പം ഈ അസ്ന ഇതിന് 30 പൗണ്ടല്ലേ ആയുള്ളൂ? 30 പൗണ്ടല്ലേ ഇത് ബുക്ക് ചെയ്തേനാ? 30-40 പൗണ്ട് ഡിപ്പെൻസ് ഓൺ. നമ്മൾ 3 ദിവസം ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ 30 പൗണ്ടിന് കിട്ടി, ഒരു ദിവസത്തെ 40 പൗണ്ടിന് കിട്ടി, ഒരു ദിവസത്തെ 48 സംതിങ് പൗണ്ടിന് കിട്ടി. ഒന്നും 50-ന് മുകളിലായിട്ടില്ല, പക്ഷെ അത്യാവശ്യം സൗകര്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടി ഓടിച്ച ആൾക്കെടുത്ത് വണ്ടി ഓടിച്ചതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അൻസലാണ് ഇന്നലെ കൂടുതലും ഡ്രൈവ് ചെയ്ത്.